നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താടാ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കാം, നീ ഇവിടെ ഇല്ല, നിന്റെ മനസ്സും ഇവിടെ ഇല്ല. കൈലാഷ് സാറ് നിന്റെയും പാറുവിന്റെയും കൂടെ അല്ലേ നിന്നത്? നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞവരുടെയൊക്കെ വായ അടപ്പിച്ചില്ലേ കൈലാഷ് സാറ്? എന്നിട്ടും നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പാറു ഇന്ന് ജോലിക്ക് വന്നില്ല. നിന്നെപ്പോലെ അവളും ആ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ സങ്കടപ്പെട്ട് ഇരിപ്പുണ്ടാവും. അവൾ ഇന്നലെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോ റോഡിൽ ബോധം കെട്ട് വീണു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബോധം വീണു. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഭൂമിക മാഡം അവളെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നീ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് അവളെ വിളിച്ചു ചോദിച്ചാ പോരെ? എടാ, ഞാൻ വിളിച്ചു, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. ഞാൻ പലതവണ വിളിച്ചു. പാറുവിന്റെ കാര്യം അങ്ങനെ, അമ്മയുടെ വക സ്വസ്ഥതക്കേട് വേറെ. ഒരു പ്ലേറ്റ് നിറയെ ഇടിയപ്പം മുന്നിൽ വെച്ച് തന്നിട്ട് തിന്ന് തിന്ന് എന്ന് പറയുന്ന സ്വൈരക്കേട് അല്ലേ? 4 ഇടിയപ്പം തിന്നിട്ട് അമ്മയുടെ മുന്നിൽ വൃത്തിയായിട്ടൊന്ന് ഛർദ്ദിച്ച് കാണിച്ചാൽ മതി. അമ്മയുടെ ഇടിയപ്പം തീറ്റിക്കൽ അതോടെ നിന്നോളും. ഇടിയപ്പം ഒന്നുമല്ല അമ്മയുടെ പ്രശ്നം. പിന്നെ ആ ഗോഡൌൺ പ്രശ്നം എന്നെക്കാൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്റെ അമ്മയാണ്. മറ്റുള്ളവരുടെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ കെട്ടിവെച്ച് സന്തോഷം കണ്ടെത്തുന്നവർക്ക് അവർ അനുഭവിക്കുന്ന വേദനയും സങ്കടവും ഒന്നും അറിയില്ല. മനസ്സറിവില്ലാത്ത കുറ്റത്തിന് ഒരായുഷ്കാലം മുഴുവൻ ചിലപ്പോ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊരവസ്ഥ നിനക്ക് വരാൻ പാടില്ല പാറു. സ്വയം മനസ്സ് വെച്ച ഏത് പെണ്ണിനും കരുത്ത് നേടാൻ കഴിയും. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിനക്ക് തന്നെ നിന്നെ വേദനിപ്പിച്ചവർക്ക് തിരിച്ചടി നൽകാൻ കഴിയും. ഒരു പെണ്ണ് കരുത്ത് നേടേണ്ടത് മനസ്സിലാ. എല്ലാ പെണ്ണിനും കരണത്തടി ഏറ്റുവാങ്ങാൻ കഴിയും. പക്ഷെ മനസ്സിൽ കരുത്തുള്ള പെണ്ണിന് മാത്രമേ ആ അടി തിരിച്ചു കൊടുക്കാൻ കഴിയൂ. തോൽക്കാൻ തീരുമാനിച്ചവർക്ക് ആ കരുത്ത് നേടാൻ കഴിയില്ല. തോറ്റുകൊടുക്കാൻ മടിയില്ലാത്തവർക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ജയിക്കാനുള്ള ഉൾക്കരുത്ത് നിനക്കുണ്ട്. ആ ഉൾക്കരുത്ത് വെച്ച മുക്തയുടെയും ഡയാനയുടെയും ഇവിടെ നിന്ന് പോയ ഋതികയുടെയും ഒക്കെ മുന്നിൽ നീ പിടിച്ചു നിന്നത്. നിന്റെ ആ ഉൾക്കരുത്ത് എവിടെ പോയി പാറു? കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന ലോഡിനെ ഒരു സംശയത്തിന്റെ പുറത്ത് പിന്തുടരുക, അതിന്റെ പിറകെ പോയി ഒരു ഗോഡൌണിൽ എത്തുക, അവിടെ തമ്പടിച്ചിരിക്കുന്ന മയക്കുമരുന്ന് സംഘത്തെ ഒരു കൂസലും ഇല്ലാതെ നേരിടുക. പാറുവിന് ഇത്ര ധൈര്യമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിന്റെ ആ ധൈര്യം എവിടെ പോയി പാറു? ചട്ടമ്പി പാറുന്ന് നിനക്ക് പേര് വീണത് അതുകൊണ്ടാ. നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന നിന്റെ കൂട്ടുകാരായ കുട്ടികൾ നിന്നെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എടീന്ന് വിളിക്കുമ്പോ പോടാന്ന് ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള നിന്റെ ചങ്കുറപ്പിനെ കുറിച്ചും നിന്റെ അമ്മയും ചേച്ചിയും പറഞ്ഞപ്പോ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. ശരിയായ ചട്ടമ്പി പാറുവാണ് നീയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചട്ടമ്പി പാറു എവിടെ? എന്റെ മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന നിന്നെ എനിക്ക് ഇഷ്ടമല്ല.
എനിക്കിഷ്ടം ആരുടെ മുന്നിലും തല കുനിക്കാത്ത ആ ചട്ടമ്പി പാറുവിനെയാ. സ്വന്തം മോളെ പോലെയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അതുപോലെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നീ എന്നെ കാണുന്നേന്ന് നീ പറയാറില്ലേ? അത് സത്യമാണെങ്കിൽ എനിക്ക് വേണ്ടി നീ വീണ്ടും ആ പാറു ആവണം, ചട്ടമ്പി പാറു. നിനക്കിങ്ങനൊരു അവസ്ഥ വരുത്തിയത് ആരാ? അവരെ നീ കണ്ടുപിടിക്കണം. നിനക്ക് വേണ്ടി മാത്രമല്ല, ആ കമ്പനിയിൽ വേറെയും പെൺകുട്ടികൾ ജോലി ചെയ്യുന്നില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നേക്കാം. നിന്നെ ചതിച്ചവരെ കണ്ടെത്തി നീ തിരിച്ചടി നൽകുമ്പോ രക്ഷപ്പെടുന്നത് നീ മാത്രമല്ല, ആ പെൺകുട്ടികൾ കൂടിയാ. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? ഒരു പെണ്ണ് തീരുമാനിച്ചിറങ്ങിയ ആർക്കും തടയാൻ കഴിയില്ല. നീ തീരുമാനിച്ചിറങ്ങണം. നിന്നെ ചതിച്ചവരെ കണ്ടെത്തണം. എന്നിട്ട് നീ അനുഭവിച്ചതെല്ലാം അവരെ കൊണ്ടും നീ അനുഭവിപ്പിക്കണം. വേഗം റെഡിയാവ്. എന്നിട്ട് കമ്പനിയിലേക്ക് പോ. നീ മറന്നു പോയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിന്റെ മൂക്കിന്റെ താഴെയുള്ള ആ ഹോളിന്റെ പേരെ വായേന്നാ. വല്ലതും വെട്ടി വിഴുങ്ങാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കേണ്ടത്, സംസാരിക്കാൻ കൂടി വേണ്ടിയാ ദൈവം ഇതിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു. കരുണാകരൻ സാറും അരവിന്ദ് സാറും നിന്നെയും പാറുവിനെയും കുറിച്ച് പറയാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ വായ തുറന്ന് നീയാണ് ഗന്ധർവൻ എന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഈ അപവാദങ്ങൾ മുഴുവനും പറയുമായിരുന്നോ? ഒന്നും ആലോചിക്കാതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നീ ഒന്ന് നിർത്ത്. ഗന്ധർവൻ ഞാനാണെന്ന് ആ സമയത്ത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമായിരുന്നു. ഞങ്ങളെ മനഃപൂർവ്വം ഗോഡൌണിൽ കയറി കൂടിയതാണെന്ന് പറഞ്ഞ് അവര് കൂടുതൽ വഷളത്തരങ്ങൾ പറഞ്ഞു നടക്കുമായിരുന്നു. അതോടെ പാറു എന്നെ വെറുക്കുമായിരുന്നു. ശരി, സമ്മതിച്ചു. ഗന്ധർവൻ നീയാണെന്ന സത്യം നീ അവളോട് പലവട്ടം പറയാൻ ശ്രമിച്ചെന്നും പല പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല എന്നുമല്ലേ നീ എന്നോട് പറഞ്ഞത്? ഒരു രാത്രി മുഴുവനും പാറു നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നീ അവളോട് പറഞ്ഞോ നീയാണ് ഗന്ധർവനെന്ന്? അവളെയും ഒരു അന്യ പുരുഷനെയും ചേർത്ത് ആൾക്കാരെ അപവാദം പറയുമ്പോ അവളുടെ മനസ്സിലിപ്പോ ആ സങ്കടമായിരിക്കും. ഗന്ധർവൻ അവൾക്ക് അന്യ പുരുഷനല്ല, കുറെ കാലമായിട്ട് അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവളുടെ കാമുകനാ. അത് നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും സങ്കടം തോന്നുമായിരുന്നോ? സങ്കടം തോന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹിക്കുന്ന ആളുടെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഉണ്ടാവുമായിരുന്നു അവളുടെ മനസ്സിൽ.